ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയിട്ട് വേണം അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഈ പാർട്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എവിടെ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത്. പേജ് നമ്പർ 45, സോഴ്സ് ഓഫ് ലോസ്. അപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറവിടം, അതായത് എവിടെ നിന്നാണ് ഈ ലോസ് നിയമങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ നേഷൻ. അപ്പോൾ നമ്മുടെ നേഷൻ്റെ ഫണ്ടമെൻ്റൽ ലോ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതായത് ഭരണഘടനയാണ്. Any law framed by center or state government should follow the provisions of our constitution. എന്താ പറയണത്? നമ്മുടെ ഭരണഘടനയോട് യോജിക്കുന്ന അതിന് അനുസൃതമായി മാത്രമാണ് നമ്മുടെ കേന്ദ്ര സംസ്ഥാനങ്ങൾക്കും അതുപോലെ സർക്കാരുകൾക്കും ഏതൊരു നിയമവും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Thus, the boundaries within which governments can make and enforce laws are decided by our Constitution, which holds the position as a supreme system and source of law. അതായത് സർക്കാരുകൾക്ക് എന്തൊക്കെ നിയമം ഉണ്ടാക്കണം, എന്തൊക്കെ പ്രാബല്യത്തിൽ വരണം, അപ്പോൾ ഇതിനൊക്കെ ഒരു അതിരുകൾ നിർവഹിക്കുന്നത് ആരാണ്? ഭരണഘടനയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു സുപ്രീം സിസ്റ്റം ആൻഡ് സോഴ്സ് ഓഫ് ലോ, അതായത് ഒരു സുപ്രീമാണ്, എല്ലാവരുടെയും മുകളിലാണ്, മാത്രമല്ല നിയമങ്ങളുടെ ഒരു ഉറവിടം കൂടിയാണ്. ഇനി എന്താ, താഴെ കുറച്ച് ആക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ നിയമമാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഫോറസ്റ്റ് അതായത് വനത്തിനെയും വന്യജീവിനെയും സംരക്ഷിക്കുന്ന നിയമം. ഇനി നെക്സ്റ്റ് എന്താ? നാഷണൽ സെക്യൂരിറ്റി ആക്ട്, അതായത് ദേശീയ സുരക്ഷാ നിയമം. ഇനി ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, അതായത് ബാലവേല നിരോധിച്ചിട്ടുള്ള നിയമം. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, ദുരന്ത നിവാരണ നിയമം. ഇനി ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ നിയമം. ഇതെന്താ? ലാൻഡ് റിഫോം ആക്ട് ആണ്, അതായത് ഭൂപരിഷ്കരണ നിയമം. ഇനി അടുത്തത് റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട്. ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമം. ജുവലിൻ ജസ്റ്റിസ് ആക്ട്. ലേബർ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ നിയമം. ഇനി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഴിമതി. റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ട്. ദെൻ അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഇതാണ് കുറച്ച് നിയമങ്ങൾ. അപ്പോൾ എന്താണ് ഇനി അടുത്തത് നോക്കി നോക്കാം. ഓൾ ദ ലോസ് മെൻഷൻഡ് എബവ് ആർ മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ ഭരണഘടനക്ക് അനുസൃതമായിട്ടാണ് മേലെ പറഞ്ഞിട്ടുള്ള എല്ലാ ലോസും പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻഡ് ഇൻ ദ കൊളാഷ്. അപ്പോൾ ഈ കൊളാഷിൽ ചിൽഡ്രൻസിനെ കുറിച്ചിട്ട് അവരുടെ റൈറ്റിനെ പറ്റിയിട്ട് പറയുന്ന ആക്ട് ഏതൊക്കെയാണ്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്. ഇത് നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാനായിട്ട് പറ്റും? ജുവനൈൽ ജസ്റ്റിസ് ആക്ടും അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടും. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടാണ്. ഓക്കെ, അടുത്തത് എന്താ? അടുത്തൊരു പിക്ചറാണ് തന്നിട്ടുള്ളത്. അതെന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012, പോക്സോ ആക്ട് 2012 ആണ്. അപ്പോൾ എന്താണ്? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിയമമാണ്. അതിന് നമ്മൾ എന്ത് പറയും? പോക്സോ ആക്ട് 2012 എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ 1989 കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ് എയിംസ് ടു പ്രിവെൻറ്റ് സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ടു എൻഷർ അപ്രോപ്രിയേറ്റ് പണിഷ്മെൻറ്റ് ടു ദ പെർപെട്രേറ്റേഴ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്? 1989 ഈ നിയമം വന്നത്. അതായത് ഈ കുട്ടികളെ ലൈംഗികമായ അതിക്രമങ്ങൾ നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാനും വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ് ഈ ആക്ട്.
ഇനി എന്താ പോക്സോ 2012 ഈസ് എൻ ആക്ട് ഇനാക്റ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റിംഗ് ചൈൽഡ് ഫ്രണ്ട്ലി മെഷേഴ്സ് വിതൗട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ദ ലോ കൺസിഡേഴ്സ് ഓൾ അണ്ടർ ദ ഏജസ് ഓഫ് 18 ആസ് ചൈൽഡ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, ഇന്ത്യൻ ഭരണഘടന നമുക്ക് അതായത് കുട്ടികൾക്ക് ഒരു വ്യത്യാസവുമില്ലാതെ ജെൻഡർ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഉറപ്പ് വരുത്തുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കാൻ കൂടെ വന്നിട്ടുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012 എന്ന് പറയുന്നത്. ഇനി ഇതെന്താ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് ഇതിൽ പെടുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് ദീസ് ലോ? അപ്പോൾ എന്താണ്, നിങ്ങൾ ഈ നിയമത്തെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ എന്നാണ്. നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ത്, പോക്സോ ആക്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എവ്രി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലീവ് സേഫ്ലി വിത്തൗട്ട് ഫിയർ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏതൊരു കുട്ടിക്കും എന്താണ്, പേടിയൊന്നുമില്ലാണ്ട് ഭയമൊന്നും ഇല്ലാണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. എ ചൈൽഡ് മസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ അൺകംഫർട്ടബിൾ ആൻഡ് അൺസേഫ് ടച്ചസ്, ലുക്സ്, ആക്ഷൻ എക്സെട്ര ഫ്രം എനി പേഴ്സൺ. അപ്പോൾ എന്താണ്, ഒരു കുട്ടി എന്ത് ചെയ്യണം, കംഫർട്ടബിൾ അല്ലാത്ത സേഫ് അല്ലാത്ത ടച്ചും ലുക്കും ആക്ഷനും ഒക്കെ ആ കുട്ടി ഏതൊരാളിൽ നിന്നിട്ട് ആയാൽ പോലും ആ കുട്ടി അത് മനസ്സിലാക്കണം. ദേ ഷുഡ് ബി ക്യാപ്പബിൾ ഇനഫ് ടു സേ നോ ടു സച്ച് ആക്ട്സ്, ഏബിൾ ടു കീപ് അവേ ആൻഡ് കംപ്ലൈൻസ് ടു ദ അതോറിറ്റീസ്. അപ്പോൾ ഇങ്ങനത്തെ ആക്ട് കാണുമ്പോൾ ആ കുട്ടിക്ക് എന്താണ്, നോ എന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റി എങ്കിലും വേണം. മാത്രമല്ല അതോറിറ്റീസിനോട് കംപ്ലൈൻറ്റും കൂടെ ചെയ്യണം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് കേസസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ആർ ടു ബി റിപ്പോർട്ടഡ് ടു ദ സ്പെഷ്യൽ juvenile police unit or the local police. Officers handling POCSO cases are known as child welfare police officers. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ എന്താണ്, റിപ്പോർട്ട് ചെയ്യണം. ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോടോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് പറയുന്നത്, ഈ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നിവർ എന്താണ്, ഒരു മോണിറ്ററിങ് സിസ്റ്റം, അതായത് ഈ പോക്സോ ആക്റ്റൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം, ഒരു മോണിറ്ററിങ് സിസ്റ്റം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴാണ്, അണ്ടർ ദ സെക്ഷൻ 44. The Act ensures severe punishment to anyone who indulges in POCSO offences. എന്താണ്, ഈ ആക്ട് പ്രകാരം എന്ത് ചെയ്യും, എൻഷുർ ഉറപ്പാക്കും, അതായത് സിവിയർ പണിഷ്മെൻറ്റ് ടു എനി വൺ ഹു ഇൻഡൾജസ് ഇൻ പോക്സോ ഒഫൻസസ്. അപ്പോൾ ഈ പോക്സോ കേസിൽ പെട്ടവർക്കൊക്കെ അതിൻ്റേതായ പണിഷ്മെൻറ്റ് എൻഷുർ ചെയ്യുക ഈ ആക്റ്റാണ്. ദെൻ അടുത്തത് എന്താ, ഫങ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതായത് ഭരണഘടനയുടെ ഫങ്ഷൻസ് നോക്കി വെക്കാം. അപ്പാർട്ട് ഫ്രം ബീയിങ് ദ സിസ്റ്റം ആൻഡ് സോഴ്സസ് ഓഫ് ലോ, വാട്ട് അതർ ഫങ്ഷൻ ഡസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫോം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻ നോക്കി നോക്കാം. എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൻസ്. അപ്പോൾ എന്താണ്, ഒരു സിറ്റിസൻ്റെ റൈറ്റും ഡ്യൂട്ടീസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഡിഫൈൻസ് ആൻഡ് ഡെലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സിനെ ഡിഫൈൻ ചെയ്യലും ഡീലിമിറ്റ് ചെയ്യലും. ഇനി എന്താ, ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ. ഒരു നേഷൻ്റെ ബേസിക് ആയിട്ടുള്ള വാല്യൂസും ഐഡിയൽസും ഒക്കെ ഡിഫൈൻ ചെയ്യുക. ആക്ടേഴ്സ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ടൈറാനി ആൻഡ് അബ്യൂസ് ഓഫ് പവർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സ്വേച്ഛാധിപത്യത്തിനും അതുപോലെ തന്നെ ചിലവരെന്ത് ചെയ്യും, അധികാര ദുർവിനിയോഗം ചെയ്യും. അപ്പോൾ അതിനൊരു സേഫ് ഗാർഡ് പോലെ ആക്ട് ചെയ്യും. ഇനി എന്താ, ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡയറക്ട്സ് ദ നേഷൻ. അതായത് എന്താണ്, ഇറ്റ് സ്റ്റാൻഡ് ആസ് എ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ആയിട്ട് രാജ്യത്തിൻ്റെ ഡയറക്ഷനുള്ള ഒരു ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പ്രിസർവിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതായത്
യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതായത് നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ കൺട്രി ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തായിരുന്നു? ഉറപ്പുവരുത്തും. എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, നമ്മുടെ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഇനി അടുത്തത് എന്താ? പ്രിപ്പയർ പ്ലക്കാർഡ്സ്. പ്ലക്കാർഡ് തയ്യാറാക്കാനാണ്. പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഫോർ ദ റിപ്പബ്ലിക് ഡേ റാലി വിത്ത് മെസ്സേജസ് റിഫ്ലക്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിൻ്റെ മെസ്സേജ് വരുന്ന എന്താണ്? പ്ലക്കാർഡ്, റിപ്പബ്ലിക് ഡേക്ക് വേണ്ടിയിട്ടുള്ള പ്ലക്കാർഡ് തയ്യാറാക്കുക. അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന്, ഭരണഘടന പൗരാവകാശത്തിൻ്റെ കാവലാൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും? അപ്പോൾ എന്താണ്? പ്ലക്കാർഡ് കൂട്ടുകാരുടെ ഇഷ്ടത്തിന് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഷീൽഡ് അഗെയിൻസ്റ്റ് അബ്യൂസ് ഓഫ് പവർ. ആസ് ദർ ആർ മെനി ഡൈവേഴ്സിറ്റീസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ മെയിൻറ്റെയിൻ യൂണിറ്റി. ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വിമൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ. അടുത്തത് എന്താ? ചേഞ്ച് ആൻഡ് സെറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലുക്ക് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ എന്താണ്? ഒരു ഫിഗർ ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താ? 26 ജാനുവരി 1950 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ എന്താണ്? 26 ജാനുവരി 1915 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പവറിൽ വന്നത്. ഇനി അടുത്തത് എന്താ? നെക്സ്റ്റ് അമെൻമെൻറ്റ് 1 ആണ്. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ് ടു 9. അപ്പോൾ എന്താണ്? പട്ടികകളുടെ എണ്ണം എന്തായി? 9ആയി. ഇനി അടുത്തത് എന്താ വരിക? അമെൻമെൻറ്റ് 42 ആണ്. 1976 സോഷ്യലിസം, സെക്യുലാരിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വർ ആഡഡ്. അപ്പോൾ അതിൽ എന്തൊക്കെ ആഡ് ചെയ്തു? സോഷ്യലിസം, സെക്യുലാരിറ്റി, ഇൻറ്റഗ്രിറ്റി ഒക്കെ ആഡാക്കി. ഇനി അമെൻമെൻറ്റ് 44 ആണ്. ഇൻ 1978 ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് നോ ലോങ്ങർ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താണ്? ഒരു മൗലിക അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാതെയായി. ഇനി അമെൻമെൻറ്റ് 73യും 74ഉം നോക്കുക. അതിലെന്തായി? 1992 പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട്. അപ്പോൾ 1992 എന്ത് വന്നു? പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ട് വന്നു. ഇനി അടുത്തത് എന്താണ്? അടുത്തത് അമെൻമെൻറ്റ് 86 ആണ്. 2002 എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എഡ്യൂക്കേഷൻ എന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് അമെൻമെൻറ്റ് 101 ആണ്. ഇൻ 2016 ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST. അപ്പോൾ 2016 വന്നത് എന്താണ്? ഗുഡ്സിനും സർവീസസിനും ഒരു ടാക്സ് വന്നു, അതാണ് നമ്മുടെ GST. ഇനി അടുത്ത അമെൻമെൻ്റ് ആണ് എന്ത്? റൈറ്റ് അബൌട്ട് ദ ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഹിയർ. അപ്പോൾ എന്ത് നമ്മളിവിടെ എഴുതണം? ഏറ്റവും അവസാനത്തെ ഭരണഘടനയുടെ അമെൻമെൻറ്റ് നമ്മളിവിടെ എഴുതി ചേർക്കണം. അപ്പോൾ അത് കൂട്ടുകാർ കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതി ചേർക്കുക. ഓക്കെ. നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. എന്താ? which ideas were newly added to the constitution in 1976? 1976 ഏത് ഐഡിയ ആണ്? അമെൻമെൻറ്റ് 42 ആണ് വന്നത്. അപ്പോൾ അതവിടെ എഴുതുക. in which year did the constitution of India come into force? in which year the constitution of India come into force? ഏതാണ്? 1915 ആണ്. which was the first amendment made in the constitution and in which year? which was the first amendment? ഏതാണ് ഫസ്റ്റ് അമെൻമെൻറ്റ്? അമെൻമെൻറ്റ് 1951 ആണ്. അതായത് എന്താണ്? പട്ടികളുടെ എണ്ണം 9 ആക്കിയല്ലേ. അപ്പോൾ അതാണ്. ഇത് സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ നോക്കിയ ടൈം ലൈൻ ഒന്ന് വായിച്ചു പോയാൽ ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടും. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ചിങ് സോഷ്യൽ ഡിമാൻഡ്സ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് എക്സ്പ്ലെയിൻസ് ഹൗ അമെൻമെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 368 Parliament has the power to amend the constitution, but the basic structure of the constitution should not be amended. നമ്മുടെ എങ്ങനത്തെ ഭരണഘടനയാണ് നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച്, അതായത് കാലാനുസൃതമായിട്ട് നമുക്ക് എന്താണ് മാറ്റങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റിയ, മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റിയ ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടേത്.
അതായത് നമ്മുടെ സാമൂഹിക അവകാശങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പരിഗണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടനയിൽ മാറ്റങ്ങളും ഭേദഗതികളും ഒക്കെ വരുത്താനായിട്ട് പറ്റും. ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഭേദഗതി മാറ്റങ്ങളും ഒക്കെ വരുത്തേണ്ടത് എന്നത്. പക്ഷേ ഈ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നതിന് ആകെ കൂടി ആർക്കാണ് അതിൻ്റെ അധികാരം? പാർലമെൻറ്റിനാണ്. 368 വകുപ്പ് പ്രകാരം അതിൻ്റെ അധികാരം പാർലമെൻറ്റിന് മാത്രമാണ്. ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്താൻ പാർലമെൻറ്റിന് പറ്റും. പക്ഷെ എന്താണ് ഈ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റാൻ ആർക്കും തന്നെ പാടുള്ളതല്ല. when the rules are enforced, അതായത് നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്തുണ്ടാവുക നമുക്ക് നോക്കിയേക്കാം. ലാൻഡ് റിഫോം ഈസ് yet to materialize in the country. The Dowry Prohibition Act is still not a reality. Alcoholism cannot be prevented by law alone. Demand that child right laws should be strictly enforced. എന്തൊക്കെയാണ് രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ? എന്താണ്? ഭൂപരീക്ഷണം. അതുപോലെ തന്നെ ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് റിയാലിറ്റി. സ്ത്രീധന നിരോധന നിയമം കടലാസിൽ മാത്രമാണ്, റിയാലിറ്റിയിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ എന്താണ്? മദ്യവിപത്തിനെ കുറിച്ചിട്ടാണ്. ഇനി അടുത്തത് ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, ആക്ട്സ് ആണ് അല്ലേ, വാർത്തയാണ്, കുറച്ച് ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. What have you understood by reading the above headlines? അപ്പോൾ ഈ മേലത്തുള്ള ഹെഡ്ലൈൻസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? It indicates the various challenges while implementing laws. അപ്പോൾ എന്താണ് പറയുന്നത്? നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. What could be the reason? അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വാലിഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ, അതായത് ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ. ലെജിസ്ലേഷൻ that does not fully reflect the will of the people, അതായത് ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ. ഇനി ഇഗ്നറൻസ് ഓഫ് ലോ, അതായത് ലോനെ ഇഗ്നറേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ റീസൺസ് കാരണമൊക്കെയാണ് ഇങ്ങനെ ചാലഞ്ചസ് ഒക്കെ വരുന്നത്. we are a society with diverse interests. അപ്പോൾ നമ്മുടെ സൊസൈറ്റി വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. however everyone is constitutionally bound to obey the public laws. പക്ഷേ എന്നിരുന്നാലും എല്ലാവരും എന്ത് ചെയ്യണം? പബ്ലിക് ലോസ് ഒക്കെ ഒബേ ചെയ്യണം. when new law are formulated, criticisms and struggles against them are likely to arise. അപ്പോൾ ഒരു പുതിയ ലോ വന്നാൽ എന്താണ്? അതിന് എതിരെ ക്രിറ്റിസൈസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറേ പേരുണ്ടാവും. ഇറ്റ് ഈസ് നാച്ചുറൽ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്ന രീതിയിൽ ഇതൊക്കെ എന്താണ്? സ്വാഭാവികമാണ്. such objections should be approached constitutionally and democratically. എന്താണ്? ഇങ്ങനെ ഉയർന്നു വരുന്ന എതിർപ്പുകൾ ഭരണഘടനമായും ജനാധിപത്യ രീതിയിലുമാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത്. In our diverse and heterogeneous society, the values enriched in the Constitution needs to be imbibed by India's civil society to transform our country into a sovereign, socialist, secular and democratic republic. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് നോട്ട്സിൻ്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും.